മുഖ്യമന്ത്രി പിണറായി വിജയന് അപകടം മണക്കുകയും വലിയ വിഷമം ഉണ്ടാകുകയും ചെയ്തതോടെ അദ്ദേഹം കേരളത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. ഏകദേശം ഒരു മാസത്തോളം വരുന്ന വിദേശ പര്യടനത്തിനൊരുങ്ങുകയാണ് അദ്ദേഹം. അത് ഇന്ന് തന്നെ തുടങ്ങുന്നു. ഭരണം പോകാൻ 7 മാസത്തോളം ഉണ്ടെങ്കിലും പാർട്ടി നേതൃത്വം കൂടി എതിരായതോടുകൂടി അതിനിടയിൽ തന്നെ രാജിവെക്കേണ്ടി വരുമോ എന്നാണ് അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഭയം. പക്ഷേ അതിന് പറയാൻ ധൈര്യമുള്ളവർ ആ പാർട്ടിയിലില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതാണ് ആ പാർട്ടിയുടെ ഗതികേടും. നമുക്കറിയാം, സ്വർണ്ണപ്പാളികൾ കട്ടുകൊണ്ടു പോയത് തൻ്റെ ഭരണകാലത്താണ് അയ്യപ്പൻ്റെ ശബരിമലയിൽ നിന്ന് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പേരും പൊളിഞ്ഞ് പാളീസായി കിടക്കുകയാണിപ്പോൾ. അതിന് പുറമെയാണ് തൻ്റെ മകൻ്റെയും മകളുടെയും കഥകൾ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചത്. നമുക്കറിയാം, മകൾ വീണ വിജയൻ കുറേ കാലമായി അന്വേഷണം നേരിട്ട് വരികയാണ്. മാസപ്പടി വിവാദത്തിലാണ് ആ അന്വേഷണമൊക്കെ നടക്കുന്നത്. ചെയ്യാത്ത പണിക്ക് കൂലി വാങ്ങി അതും അഴിമതിയായി മാറി. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അല്ലെങ്കിൽ SFIOയുടെ അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ മകൾക്കെതിരെയും കോടതി ഇന്നലെ ചില തീരുമാനങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. അതായത് SFIO അന്വേഷണം സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് പിണറായി വിജയൻ്റെ മകൾ നൽകിയ അപ്പീലാണ് തള്ളിക്കളഞ്ഞത്. അങ്ങനെ ആ സ്റ്റേ മാറിയിരിക്കുന്നു. ഇനി അന്വേഷണം നടക്കുകയും ഏതു സമയത്തും ഒരുപക്ഷെ അകത്താകുകയും ചെയ്യുന്ന തരത്തിലേക്ക് മകളുടെ അവസ്ഥ മാറിയിരിക്കുന്നു. അതിനൊപ്പമാണ് തൻ്റെ മകൻ വിവേക് കിരൺ ഇപ്പോൾ വലിയൊരു തട്ടിപ്പിൻ്റെ പിന്നാമ്പുറ കഥകൾ പുറത്തേക്ക് വരുന്നത്. അതിൽ അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായി എന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പിണറായി വിജയൻ ഉൾപ്പെടുന്ന ലാവ്ലിൻ കേസിലാണ് അത്തരമൊരു ED നോട്ടീസ് മകനെയും തേടിയെത്തിയിരിക്കുന്നത് എന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ലൈഫ് മിഷനിലും തൻ്റെ മകൻ ഉൾപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നു. അങ്ങനെ മകളും മകനും ഒരു തട്ടിപ്പുകാരായി മാറുന്നൊരവസ്ഥയിലേക്ക് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സാഹചര്യം മാറിയതോടുകൂടിയാണ് അദ്ദേഹം തൽക്കാലത്തേക്ക് ഈ സമരങ്ങൾ കാണുന്നത് മാറി നിന്ന് അറബ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് അങ്ങനെ ഇന്ന് തുടക്കമാവുകയാണ്. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുന്നത്. ഇന്ന് വൈകുന്നേരം യാത്ര തിരിക്കുന്ന മുഖ്യമന്ത്രിയും സംഘവും ഡിസംബർ 1 വരെ വിവിധ തീയതികളിൽ യാത്ര ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രി സജി ചെറിയാനും പേഴ്സണൽ അസിസ്റ്റന്റ് സുനീഷിനുമാണ് ഔദ്യോഗിക യാത്രാനുമതി ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത്. അതേസമയം സൗദി സന്ദർശനത്തിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, UAE രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് നേരത്തെ തന്നെ അനുമതി ലഭിച്ചിരുന്നു. ഇന്ന് വൈകുന്നേരം പോകുന്ന മുഖ്യമന്ത്രിയും സംഘവും ഡിസംബർ 1 വരെ വിവിധ തീയതികൾ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിലെ കാര്യങ്ങളൊന്നും അറിയാതെ മുഖ്യമന്ത്രി അതിൽ തന്നെ മുഴുകാൻ പോവുകയാണ്. 16-ാം തീയതി ബഹ്റൈനിൽ പ്രവാസി മലയാളി സംഗമത്തോടെയാണ് പരിപാടിക്ക് തുടക്കമാകുന്നത്. അതിനുശേഷം സൗദി യാത്ര തീരുമാനിച്ചെങ്കിലും അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ആ യാത്രാ ഷെഡ്യൂളിലും മാറ്റം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. 22-ാം തീയതി മസ്കറ്റിൽ എത്തുന്ന മുഖ്യമന്ത്രി 24-ന് പൊതുപരിപാടിയിൽ പങ്കെടുക്കും. 25-ന് സലാലയിൽ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയുണ്ട്. അതിനുശേഷം 26-ന് കൊച്ചിയിലെത്തി 28-ന് രാത്രി തന്നെ ഖത്തറിലേക്ക് വീണ്ടും പോകാനാണ് തീരുമാനം. 30-ാം തീയതി ഖത്തറിലെ പരിപാടിക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തും. പിന്നീട് നവംബർ 5-നാണ് അടുത്ത യാത്ര. കുവൈറ്റിലെ പരിപാടിക്ക് ശേഷം അബുദാബിയിലെത്തുന്ന മുഖ്യമന്ത്രി അവിടെയും 5 ദിവസം താമസിക്കും. അങ്ങനെ കേരളത്തിലുള്ള ജീവിതം തന്നെ മടുത്തു. സമരങ്ങളെ നേരിടാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടു. തൻ്റെ മകനെയും ഇങ്ങനെ വലിയൊരു തട്ടിപ്പുകാരായി കേരളം കണ്ടു തുടങ്ങിയതിനുള്ള വലിയ വിഷമം, ആ 2 പേരെ ഓർത്തുള്ള വലിയ തരത്തിലുള്ള വിഷമം മുഖ്യമന്ത്രിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ശബരിമലയിലെ അയ്യപ്പനെ കബളിപ്പിക്കാൻ നോക്കി ഏറ്റവും വലിയ തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ ഈ കേരളത്തിൽ തന്നെ അയ്യപ്പൻ്റെ ഭൂമിയിൽ തന്നെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്.